പരീക്ഷയൊക്കെ തുടങ്ങിയതിന് ശേഷം കുട്ടികൾക്ക് ഇടവിട്ട് നല്ല അവധിയുണ്ട് കേട്ടോ. 1-ാം തീയതിയാണ് പരീക്ഷയെങ്കിൽ പിന്നെ അടുത്ത പരീക്ഷ വെച്ചിരിക്കുന്നത് 11-ാം തീയതിയാണ് കേട്ടോ. അത്രയും ഒരു ഗ്യാപ്പ് അവർക്ക് കിട്ടുന്നുണ്ട്, പഠിക്കാൻ അത്രയും ടൈമും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇന്ന് സ്കൂളിലൊന്നും പോകേണ്ടാത്ത ഒരു ദിവസമായിരുന്നു. രാവിലെ എപ്പോഴെങ്കിലും കുറച്ച് മുട്ട റോസ്റ്റും അപ്പം ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇവിടെ അപ്പം ചുടുന്നത് നമ്മുടെ മറ്റേ പഴയ കൽച്ചട്ടി ഉണ്ടല്ലോ, അതിലാണ് അപ്പം ചുടുന്നത്. നോൺ സ്റ്റിക്കിൻ്റെ യൂസ് ചെയ്യുമായിരുന്നു, പിന്നെ കുറച്ച് ഇടയ്ക്ക് പ്രോബ്ലമൊക്കെ പറഞ്ഞതിന് ശേഷം അങ്ങനെ യൂസ് ചെയ്തില്ല. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയി ഒതുക്കാൻ കയറിയാണ് കേട്ടോ. എന്ത് പൊടിയാണെന്നൊന്ന് ജസ്റ്റ് മണപ്പിച്ച് നോക്കി. എൻ്റെ പൊന്നെ, അത് കുരുമുളകിൻ്റെ പൊടിയായിരുന്നു. നന്നായിട്ട് അടിച്ച് കയറിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ ദിവസം വന്നപ്പോൾ എൻ്റെ മൂത്ത വന്നിട്ടുണ്ടായിരുന്നേ. കഴിഞ്ഞ ദിവസം വന്നപ്പം അലുവ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അലുവ കുറച്ച് മുറിച്ച് കുട്ടികൾക്ക് കഴിക്കാനായി കൊണ്ടുവച്ചു. പിന്നെ ഞാൻ കുറച്ച് വാഴയ്ക്ക അരിഞ്ഞ് തോരൻ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇവിടെ വാഴയ്ക്ക തോരൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, മിക്കപ്പോഴും. അപ്പോൾ ആ ഒരു വാഴയ്ക്ക തോരൻ നമ്മൾ ഉണ്ടാക്കിയിരിക്കും. അപ്പോൾ വാഴയ്ക്കായ്ക്ക് വേണ്ടിയിട്ട് വാഴയ്ക്ക തോരൻ വെക്കാനായിട്ട് നമുക്ക് കുറച്ച് തേങ്ങ വേണമല്ലോ. ഈയിടെയായിട്ട് തേങ്ങ മിക്കപ്പോഴും പൊട്ടിക്കുമ്പോൾ കിട്ടുന്ന വെള്ളം മൊത്തം കുടിക്കുന്നത് ഞാനാണ് കേട്ടോ. ഇത്രയും ജോലിയില്ലേ, ക്ഷീണം കാണില്ലേ, വെള്ളം ആവാലോ. അങ്ങനത്തെ ആ തേങ്ങ എടുത്തത് നമ്മുടെ തോരന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് നല്ല ജീരകം ഇട്ട് ഞാൻ ഒന്ന് മിക്സിയിലിട്ടൊന്ന് കറക്കി എടുത്തതേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് നമ്മുടെ ചീനിച്ചട്ടി എടുത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ചൊന്ന് കടുക് തളിച്ചതിന് ശേഷം ഞാൻ ഇതൊക്കെ ഒന്ന് തട്ടിക്കുട്ടി അതിനകത്തേക്ക് ഇട്ട് കുറച്ച് ഉപ്പ് ഇട്ടൊന്ന് റെഡിയാക്കി വെച്ചിട്ട് പാത്രം കഴുകാനായിട്ട് പോയിട്ടോ. പണ്ടി കടുവൊക്കെ പൊട്ടിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഞാനൊരു 7 കിലോമീറ്റർ അപ്പുറം മാറി നിൽക്കും. അത്രയ്ക്ക് പേടിയായിരുന്നു. ഇപ്പോൾ എവിടെ ആ കൂസലൊന്നുമില്ല. അങ്ങനെ പാത്രമൊക്കെ കഴിയെല്ലാം അധികം പാത്രമില്ലായിരുന്നു, എല്ലാം കഴുകി ഒതുക്കിയതിന് ശേഷം ഞാൻ നല്ല അയല കഴിഞ്ഞ ദിവസം നമ്മൾ വാങ്ങിച്ച് വെട്ടി വൃത്തിയാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് മുളക് കറി ആക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഉമ്മിച്ചൊരു കുർത്തക്കേട് ഒപ്പിച്ചു. അവിടെ ഇരുന്ന പഞ്ചസാരപ്പാട്ട അങ്ങോട്ട് തല്ലിയിട്ട് പൊട്ടിച്ചു. അപ്പോൾ അത്രേ ഉള്ളായിരുന്നു കേട്ടോ. ഇനി കറിയോടെ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പണി തീരുവേ. അപ്പോൾ ഇന്ന് വലിയ വിശേഷങ്ങളൊന്നുമില്ല, ഇത്രയേ ഉള്ളൂ. വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ